ഇന്ന് ഡിസംബർ 8, ഇന്ന് മാതാവിൻ്റെ അമലോത്സവ തിരുനാളാണ്. എനിക്ക് കുറേ കാലമായിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കൃപാസനം മാതാവിനെ പറ്റി എനിക്കുണ്ടായ അനുഭവങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പങ്കുവെക്കണം. അതായത് ഒരു സാക്ഷ്യം പറയണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്കിതുവരെ അത് സാധിച്ചിട്ടില്ല. സാക്ഷ്യം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് പണ്ട് തൊട്ടേ ധ്യാനങ്ങൾക്ക് പോയാലും അല്ലെങ്കിൽ ഇതുപോലെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒക്കെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്നാ പറയുന്ന ഒരു നാണക്കേട് പോലെയോ ഒരു ബുദ്ധിമുട്ട് പോലെയോ ഒക്കെ ആയിരുന്നു. പിന്നെ പകുതിയും ഇതിൽ വിശ്വസിക്കത്തുമില്ല. ഞാൻ ഇന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ തന്നെ കൃപാസനം മാതാവിനെ പറ്റി സാക്ഷ്യം പറയുവാണ്. ഇപ്പോൾ ഈ പത്രം കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്? ഇത് എനിക്കിപ്പോൾ കിട്ടിയിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 2 വർഷം മിച്ചമായി. ഓക്കെ, അപ്പം എനിക്കിത് കിട്ടുന്നത് ഞാനൊരു എന്താ പറയുക, ജീവിതത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ്. ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും ഓരോ രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് ആ ടൈമിൽ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ജോലിയിൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് എല്ലായിടത്തും തന്നെ നല്ല റിവ്യൂസ് കിട്ടി, അല്ലെങ്കിൽ അപ്രിസിയേഷൻ കിട്ടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് അത് മാറിയിട്ട് എൻ്റെ ജസ്റ്റ് ഫീൽഡ് ഒന്ന് മാറ്റി പിടിച്ചു. അത് നല്ല രീതിക്ക് പോകുമെന്ന് കരുതിയിട്ട് നമുക്ക് ജോലിയിൽ കുറേ ടെൻഷൻസും അങ്ങനെ സ്ട്രെസ്സും എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന ടൈമിലാണ് ഈ ഒരു പേപ്പർ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പറിനെ പറ്റിയും ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ളപ്പം കുറേ പേര് കളിയാക്കിയിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ പറയുവാണ്, നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്ന ഓരോരോ അനുഭവങ്ങളാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ വിശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു അല്ലെങ്കിൽ നല്ല വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളാണെന്ന് ഞാൻ പറയും. അത് ചിലപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടോ അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ടോ മുന്നോട്ട് പോകുമ്പോഴായിരിക്കില്ല നമ്മൾ ചിലപ്പം ഇതൊക്കെ തിരിച്ചറിയുന്നത്. ഇപ്പം ഈ പേപ്പറിൻ്റെ കാര്യത്തിലായാലും പറഞ്ഞു വരുവാണെങ്കിൽ എല്ലാവരും കുറേ പേര് കുറ്റപ്പെടുത്തും, ഇത്ര ബോധമില്ല, ഇത്ര വിവരമില്ല, ഈ പേപ്പറിൽ എന്നായിരിക്കുന്നു. പക്ഷേ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇത് നമ്മൾ പറയത്തില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു അന്ന് തൊട്ട് എൻ്റെ കയ്യിൽ ഈ പേപ്പർ കിട്ടി ഞാനിത് പൊന്നുപോലെ, ഇതിപ്പം എന്നാ പറയുന്നത്, ഇതിപ്പം എവിടെ പോയാലും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കീറി തുടങ്ങി. എൻ്റെ കയ്യിൽ വേറെ പേപ്പർ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഓൾമോസ്റ്റ് മിക്ക മാസത്തേയും തന്നെ കളക്ട് ചെയ്യാറുണ്ട്. കിട്ടുന്ന പത്രങ്ങൾ എവിടെ കിട്ടിയാലും ഞാൻ അതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. പക്ഷേ ആദ്യം കിട്ടിയ ആ ഒരു പത്രം എന്ന് പറയുന്നത് എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. അത് എൻ്റെ കൂടെ തന്നെ, ഞാൻ എവിടെ യാത്ര ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു ഇതിന് പോയാലും ഇതെൻ്റെ കൂടെ കാണും. ഇതൊരു വിശ്വാസമാണ്. നമ്മളെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു രക്ഷ പോലെയാണ് ഈ ഒരു പേപ്പർ എനിക്കന്ന് തോന്നിയത്. അന്നേരം വെറും ഒരു പേപ്പറല്ല, നമുക്ക് ദൈവമായിട്ട് തരുന്ന അല്ലെങ്കിൽ മാതാവായിട്ട് തരുന്ന ഒരു മെസ്സേജ് പോലെയാണ് എനിക്കിതിനകത്തെ ഓരോ സാക്ഷ്യവും വായിച്ചപ്പോൾ തോന്നിയത്. അത് കഴിഞ്ഞ് പിന്നീട് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനപ്പം ഈ പേപ്പർ കിട്ടുന്ന സമയത്ത് ഞാൻ കൃപാസനത്തിൽ പോയിട്ടില്ല കേട്ടോ. അപ്പം കാര്യം ഇതേപോലെ തന്നെ എനിക്ക് എൻ്റെതായ വിശ്വാസക്കുറവുകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ലൈഫിലായാലും ഞാൻ അത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ അനുഭവങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാം ഇപ്പോൾ ഇവിടെ എണ്ണ വിട്ടിട്ട് ഡേറ്റ് അനുസരിച്ച് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് അതിന് തക്ക എന്താ പറയുക ഓർമ്മയും അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഒരുപാടുണ്ട്. എന്നൊക്കെ വിഷമിച്ച് മാതാവേന്ന് വിളിച്ചിട്ടുണ്ടോ അന്നെല്ലാം തന്നെ എനിക്ക് രക്ഷയായിട്ട് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഇടപെടലുണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ. അപ്പം ഇന്ന് ഈ ഡിസംബർ 8 ഞാൻ ഓർത്തു, ഞാൻ ആദ്യമായിട്ടൊരു ചാനൽ അങ്ങ് തുടങ്ങുവാണ്. അപ്പം അതിൽ ഫസ്റ്റ് വീഡിയോ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാതാവിനെ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ 4 പേരോട് മാതാവിനെ പറ്റി പറയാൻ ഉള്ള അവസരമാക്കി എടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുവാണ്. ഒരുപാടുണ്ട് പറയാനായിട്ട്. അപ്പം നമ്മൾ ഈ ആകപ്പാടെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
വിശ്വസിക്കുന്നവരെ കളിയാക്കാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കാനാണ് എനിക്കും ആഗ്രഹം. അപ്പം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ഓരോ സാഹചര്യങ്ങളാണ് അവരെ ഓരോന്നും വിശ്വസിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ കൂടെ പോയില്ലെങ്കിലും അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ കളിയാക്കാതെയോ അല്ലെങ്കിൽ അവരെ മുറിവേൽപ്പിക്കാതെയോ നമ്മൾ നോക്കുക. കാര്യം ഞാനിപ്പോൾ ഇതിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആരെങ്കിലും ഇതിനെപ്പറ്റി ഒരു നെഗറ്റീവായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഒത്തിരി വിഷമമാണ്. കാര്യം എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്നുള്ള ഒരു സങ്കടം നമുക്ക് വല്ലാതെ വരും കേട്ടോ. അപ്പം ഈ ഒരു മെസ്സേജാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ കൊന്തയായാലും അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ആയാലും പത്രമായാലും ഒരുപാട് പത്രങ്ങൾ കയ്യിലുണ്ടെങ്കിലും ഇതെന്നും എൻ്റെ കൂടെ ഞാൻ എവിടെയുണ്ടോ അവിടെ തന്നെ എൻ്റെ കൂടെ വയ്ക്കാനാണ് എനിക്കാഗ്രഹം. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം കൃപാസന മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഇനിയുള്ള വരാനുള്ള കാലത്തിലും അമ്മയുടെ സപ്പോർട്ടും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു പ്രൊട്ടക്ഷനും എന്നും എൻ്റെ കൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും കാണും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ തുടങ്ങുന്നത്. അപ്പോൾ താങ്ക് യു.